തിരുവനന്തപുരം കാട്ടാക്കടയിൽ ഓടുന്ന KSRTC ബസിന്റെ വാതിലൂടെ തെറിച്ച് വീണ് സ്കൂൾ വിദ്യാർത്ഥിക്ക് ഗുരുതര പരിക്ക്. +2 വിദ്യാർത്ഥിയായ സന്ദീപിനാണ് പരിക്കേറ്റത്. വാതിലൂടെ വിദ്യാർത്ഥി തെറിച്ചു വീണത് യാത്രക്കാർ അറിയിച്ചിട്ടും ബസ് നിർത്താതെ പോയതായി കുട്ടിയുടെ പിതാവ് പ്രതികരിച്ചു. എൻ്റെ മോൻ പൊട്ടങ്കാവ് നിന്നും ബസ് കയറി തിരുമല AMHS ഹൈസ്കൂളിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ താഴെ പാലത്തിൻ്റെ അവിടെ വെച്ച് കട്ടറുള്ള റോഡിൽ നിന്ന് ഡോറിൽ നിന്ന് തുറന്ന് വീണു. അവന് നല്ല രീതിയിലുള്ള പരിക്കുണ്ട്. ഇത്രയും ഉണ്ടായിരുന്നിട്ടും ബസ്സിനകത്ത് ഉണ്ടായിരുന്ന ആൾക്കാർ വണ്ടി നിർത്താൻ വേണ്ടി പറഞ്ഞിട്ട് വണ്ടി നിർത്താതെ ഈ വണ്ടി മുമ്പോട്ട് പോവുകയാണ് ചെയ്തത്. പിന്നെ നാട്ടുകാരിടപെട്ട് വണ്ടി അവിടെ ചെറുത്തിടുകയും ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈൻറ്റ് കൊടുക്കുകയും എൻ്റെ മകനെ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ട്രീറ്റ്മെൻറ്റ് ചെയ്യുകയും ചെയ്തു. കൈക്കും ഇടുപ്പിനും മുട്ടിനും കൈയുടെ ഭാഗം മൊത്തം ചതഞ്ഞിട്ടുണ്ട് ഇട സൈഡിൽ. കൂടുതൽ വിവരങ്ങളുമായി ആകാശ് ചേരുകയാണ്. ആകാശ്, എപ്പോഴായിരുന്നു സംഭവം ഉണ്ടായത്? കുട്ടിയുടെ ആരോഗ്യനിലയം എങ്ങനെയാണ്? അതായത് KT ഇന്ന് രാവിലെ ബസ് സ്കൂൾ വിദ്യാർത്ഥിയായ സന്ദീപ് സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇരുന്നു സംഭവം. പൊട്ടൻകുളം എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് വിദ്യാർത്ഥി ബസ്സിൽ കയറിയിരുന്നു. ബസ് അതിനുശേഷം അന്തിയൂർക്കോണം പാലം കഴിഞ്ഞപ്പോഴേക്കും ബസ്സിന്റെ ഡോറ് തുറന്ന് വിദ്യാർത്ഥി പുറത്തേക്ക് തെറിച്ചു. അതേസമയം എന്നാൽ തെറിച്ച വിദ്യാർത്ഥിയെ തുടർന്ന് സഹയാത്രികർ ബസ് ഡ്രൈവറോട് വിവരം അറിയിച്ചെങ്കിലും ബസ് നിർത്താതെ തന്നെ പോയിരുന്നു. തുടർന്ന് അന്തിയൂർക്കോണം ജംഗ്ഷനിൽ എത്തിയപ്പോൾ നാട്ടുകാരും മറ്റു നാട്ടുകാർ ബസ്സിനെ തടഞ്ഞാണ് ബസ് നിർത്തുന്നത്. അതിനുശേഷം വിഷയത്തെ അറിഞ്ഞ് അന്തിയൂർക്കോണം പോലീസ് സ്റ്റേഷനിൽ നിന്നും എത്തിയിരുന്നു. പോലീസ് എത്തിയാണ് വിവരങ്ങൾ കൂടുതൽ ഇതാകുന്നത്. എന്നാൽ അതേസമയം തന്നെ വിദ്യാർത്ഥിക്ക് 3 സ്റ്റിച്ചുകളുണ്ട്. എന്നാൽ വിദ്യാർത്ഥി +2 വിദ്യാർത്ഥിയായ സന്ദീപ് അബ്രഹാം മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിയാണ്. ഇപ്പോൾ വിദ്യാർത്ഥിയുടെ ആരോഗ്യ നിലയിൽ മെച്ചപ്പെട്ടിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. എന്നാൽ ഈ സംഭവമായിട്ട് ചേരുമ്പോൾ റോഡിന്റെ മോശം അവസ്ഥയാണ് പ്രശ്നമെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. KT ആകാശാണ് വിവരങ്ങൾ നൽകിയത്.